ഹായ്, ഇസ് മീ ഫ്രണ്ട്സ്. എല്ലാവർക്കും ബ്ലാക്ക് ടോളിവുഡ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് വാസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. ഇപ്പം നമ്മളിന്ന് നോക്കുന്നത് മലക്കോട്ടൈ വാലിബൻ, മൈ എക്സ്പെക്റ്റേഷൻ. മലക്കോട്ടൈ വാലിബൻ എന്ന ചിത്രത്തെക്കുറിച്ചുള്ള എൻ്റെ പ്രതീക്ഷകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. മോഹൻലാലിൻ്റെ ഏറ്റവും പുതിയ ചിത്രമാണ് മലക്കോട്ടൈ വാലിബൻ എന്നത്. ജനുവരി 25-ന് ചിത്രം തിയേറ്ററുകളിലെത്തും. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം, നേരിലൂടെ മോഹൻലാൽ ശക്തമായിട്ട് ലാലേട്ടൻ തിരിച്ചു വന്നിരിക്കുകയാണ്. തുടർച്ചയായ പരാജയങ്ങളിലൂടെ അദ്ദേഹം വിഷമിക്കുമ്പോഴും അദ്ദേഹത്തിന് ഒരു കമ്പാക്ക് നൽകിയ ചിത്രമായിരുന്നു നേരെന്ന് പറയുന്നത്. നേര് വൻ ഹിറ്റാവുന്നു, ബ്ലോക്ക് ബസ്റ്റർ ആവുന്നു, 100 കോടി കളക്ഷനും കടന്ന് നേര് മുന്നോട്ട് കുതിക്കുകയാണ്. ഇപ്പോഴും തിയേറ്ററിൽ നേര് ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് അടുത്ത ചിത്രം മലക്കോട്ടൈ വാലിബൻ വരുന്നത്. മലക്കോട്ടൈ വാലിബൻ ഇത്രയേറെ എക്സ്പെക്റ്റേഷൻ കൂടുവാനുള്ള കാരണമെന്ന് പറയുന്നത് ഡയറക്ടർ ലിജോ ജോസ് പെല്ലിശ്ശേരി അതോടൊപ്പം മോഹൻലാലും കൂടി ചേരുന്നു എന്നാണ്. ഡയറക്ടറും ആക്ടറും കൂടി ലിജോ ജോസ് പെല്ലിശ്ശേരിയും മോഹൻലാലും കൂടി ചേരുമ്പോൾ ഒരു ബ്രഹ്മാണ്ഡ ചിത്രം അല്ലെങ്കിൽ ഒരു വിസ്മയിപ്പിക്കുന്ന ചിത്രം നമുക്ക് കാണാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് സിനിമാ പ്രേമികൾ. അതുകൊണ്ടാണ് അതിന് ഇത്രയേറെ ഒരു എക്സ്പെക്റ്റേഷന് ഉണ്ടാകുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. അതാണ് സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം എന്ന് പറയുന്ന നായകനായിരുന്നു 2010 പുറത്തിറങ്ങിയത്. പിന്നീട് സിറ്റി ഓഫ് ഗോഡ്, ആമേന്, ശ്രദ്ധിക്കപ്പെട്ട സിനിമകളായിരുന്നു ആമേന്, അതോടൊപ്പം അങ്കമാലി ഡയറീസ്, ചുരുളിയ, ഒടുവിൽ പുറത്തിറങ്ങിയ നൻപകൽ നേരത്ത് മയക്കം മമ്മൂക്കിയെ വെച്ച്. അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒന്നിനൊന്നിനും മികച്ച ചിത്രങ്ങളായിരുന്നു അദ്ദേഹം എടുത്തത്. അപ്പോൾ അദ്ദേഹം ലാലേട്ടനും കൂടി ആദ്യമായിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്യുന്നു എന്നതും അതും ഒരു എക്സ്പെക്റ്റേഷന് കാരണമാണ്. അതോടൊപ്പം നേരെന്ന ചിത്രത്തിൻ്റെ വൻ വിജയത്തിന് ശേഷം വരുന്ന അടുത്ത മോഹൻലാൽ സിനിമ, അതൊരു എക്സ്പെക്റ്റേഷന്. അങ്ങനെ നീണ്ടുപോകുന്നു. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് മധുവാണ്. അതോടൊപ്പം ഇതിൻ്റെ മ്യൂസിക് പ്രശാന്ത് പിള്ളയാണ്. പ്രശാന്ത് പിള്ള എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥിരം ആളാണ്, നമ്മുടെ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ. അതൊക്കെയാണ് ഈ ചിത്രത്തിന് ഇത്രയേറെ എക്സ്പെക്റ്റേഷനാണ്. നമ്മൾ ട്രെയിലറിൽ കണ്ടതാണ്. നല്ല മനോഹരമായ സിനിമാറ്റോഗ്രാഫി, മനോഹരമായ ഫ്രെയിമുകളായിരുന്നു. അതോടൊപ്പം ഹിസ്റ്റോറിക്കൽ ബേസ്ഡായ സിനിമ, ഹിസ്റ്റോറിക്കൽ കഥ പറയുന്ന സിനിമ. അതോടൊപ്പം ക്ലൈമാക്സിൽ എന്തോ കരുതി വെച്ചിട്ടുണ്ടെന്നാണ് ഇൻ്റർവ്യൂകളിലൊക്കെ കാണുവാൻ സാധിച്ചത്. അതോടൊപ്പം ടിനു പാപ്പച്ചൻ ഇൻ്റർവ്യൂകളിൽ പറയുകയുണ്ടായി, മോഹൻലാലിൻ്റെ തിയേറ്റർ കുലുങ്ങുമെന്ന് ഇൻട്രോയിൽ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ വളരെയധികം എക്സ്പെക്റ്റേഷനാണ് ചിത്രത്തിനുള്ളതെന്ന് പറയാം. പ്രീ സെയിൽസിലൂടെ ഇതുവരെ 2 കോടിയിലധികം സിനിമ നേടിക്കഴിഞ്ഞു. കേരളത്തിലും ഓവർസീസുമായിട്ട് പ്രീ സെയിലിലൂടെ, അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ തന്നെ വൻ തുക ഇതിനോടകം ചിത്രം നേടിക്കഴിഞ്ഞു. അതോടൊപ്പം ഉറപ്പാണ് ഒരു FT കളക്ഷൻ ഒരു റെക്കോർഡ് ഇടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജനുവരി 25-ന് മോഹൻലാലിൻ്റെ സിനിമകളിൽ FT കളക്ഷൻ എന്ന് പറയുന്നത് സർവ്വസാധാരണമാണല്ലോ. അപ്പോഴത് ഉറപ്പായിട്ടും ഒരു നല്ലൊരു FT കളക്ഷൻ റെക്കോർഡ് തന്നെ മോഹൻലാലിൻ്റെ ഈ സിനിമ ഇടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജനുവരി 25, പിന്നെ ജനുവരി 26 ഹോളിഡേയും കൂടിയാണ്. പടം പോസിറ്റീവ് വന്നാൽ പിന്നെ പറയേണ്ട കാര്യമില്ല. കാരണം ഒരു മോഹൻലാൽ ചിത്രം പോസിറ്റീവ് വന്നാൽ പിന്നെ അതങ്ങ് പൊക്കോളും. അതാണ് മോഹൻലാലിൻ്റെ ആ ഒരു പവർ എന്ന് പറയുന്നത്, മോഹൻലാലിൻ്റെ ഫാൻസ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ നേരിലൂടെ അദ്ദേഹം തുടങ്ങിയ ആ ഒരു വിജയയാത്ര കണ്ടിന്യൂ ചെയ്യുമെന്ന് നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.